ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ. മലയാള ഭാഷയുടെ ആത്മാവിനെ തൊട്ടുണർത്തിയ കവിതകളിലൂടെ മലയാള മണ്ണിന്റെ സൗരഭ്യം ലോകം മുഴുവൻ പരത്തിയ, കവിതയും മനുഷ്യഹൃദയങ്ങളും തമ്മിലുള്ള അന്തരത്തെ ലാളിത്യത്തിന്റെ പട്ടുനൂലിനാൽ കോർത്തിണക്കിയ മലയാളികളുടെ പ്രിയപ്പെട്ട കവി ശ്രീ ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നൽകി ഭാരതം ആദരിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട കാവ്യസപര്യയിലൂടെ മലയാള ഭാഷയെയും സാഹിത്യത്തെയും സമ്പന്നമാക്കിയ കവിക്ക് ലഭിച്ച ഈ പരമോന്നതമായ അംഗീകാരം മലയാള മനസ്സുകളിൽ ഒരു കുളിർമഴയായി പെയ്തിറങ്ങി. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അംഗീകാരങ്ങളുടെ അത്യുന്നതിയിൽ നിന്നുകൊണ്ട് പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മാതൃഭാഷയോടുള്ള അചഞ്ചലവും അഗാധവുമായ പ്രണയം തന്നെയാണ് ഈ വഴികളിലെല്ലാം ONVക്ക് കരുത്തു പകർന്നതും വഴികാട്ടിയായതും. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിലായിരുന്നു കൃഷ്ണക്കുറുപ്പിൻ്റെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി ഒറ്റപ്ലാവിൽ നീലകണ്ഠൻ വേലുക്കുറുപ്പെന്ന ONV കുറുപ്പ് ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിന് നഷ്ടപ്പെട്ട ONVക്ക് കവിതകൾ സാന്ത്വനമായി. കവിഭാഷയിൽ അമാവാസിയിൽ കൈവന്ന വെളിച്ചമായി കവിതകൾ മാറുകയായിരുന്നു. 1946 എഴുതിയ മുന്നോട്ട് എന്ന കവിതയായിരുന്നു ONVയുടെ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി. പിന്നീട് പതിറ്റാണ്ടുകൾ നീണ്ട ആ കാവ്യസപര്യയുടെ നാൾവഴികൾക്ക് ചരിത്രം സാക്ഷിയായി. അമ്മ വിളിക്കുന്നു പോരുവിൻ മക്കളെ, അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ. മലയാള ഭാഷയുടെ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് മനുഷ്യാവസ്ഥകളിലേക്ക് ഭാഷയുടെ സൗന്ദര്യം ആവാഹിച്ച കവിയാണ് ശ്രീ ONV കുറുപ്പ്. സാധാരണ മനുഷ്യരുടെ വിയർപ്പും വേദനയുമെല്ലാം ലാളിത്യം കലർന്ന വരികളിലൂടെ അദ്ദേഹം പുനരാവിഷ്കരിച്ചു. ആ തൂലികയിലൂടെ പിറന്നു വീണ അമൂല്യങ്ങളായ കവിതാരത്നങ്ങളെ മലയാളികൾ നെഞ്ചേറ്റി ആരാധിച്ചു. മരുഭൂമിയായും മയിൽപീലിയായും അഗ്നിശലഭങ്ങളായും വളപ്പൊട്ടുകളായും ആ കാവ്യസൗന്ദര്യം മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. മാനവരാശിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയിലേക്ക് ആ കവിതകൾ വിരൽ ചൂണ്ടി. പിറന്നു വീണ ഭൂമിക്ക് നേരെയുള്ള മനുഷ്യന്റെ കടന്നാക്രമണങ്ങൾ ആ കവിയെ കണ്ണീരണിയിച്ചു. അതിനിഴലിൽ നീ നാളെ മരവിക്ക് ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരുമീ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. തന്റെ ചുറ്റുപാടുകളോടുള്ള കവിയുടെ സംവേദനങ്ങൾ കാവ്യഭംഗിയുടെ ചാരുതയിൽ ജ്വലിച്ചപ്പോൾ അംഗീകാരങ്ങൾ ഒഴുകിയെത്തി. 1971 അഗ്നിശലഭങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1975 അക്ഷരങ്ങൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 1981 ഉപ്പിന് സോവിയറ്റ് ലാൻഡ് നെഹ്റു ഇന്റർനാഷണൽ അവാർഡും വയലാർ അവാർഡും, 1998 പത്മശ്രീ, 2008 എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ ONV കവിതകളുടെ ചിറകുകളിലെ പൊൻതൂവലുകളായി. KPSC എന്ന നാടക പ്രസ്ഥാനത്തിലൂടെയാണ് ONV കവിതയിൽ നിന്നും പാട്ടുകളുടെ ലോകത്തേക്ക് എത്തുന്നത്. ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ജനകീയവൽക്കരിക്കുന്നതിന് ONV കവിതകൾക്കുള്ള സ്വാധീനം നിർണായകമായിരുന്നു. ONV ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന നാടകഗാനങ്ങൾ അനശ്വരങ്ങളായി ഇന്നും ജനമനസ്സുകളിൽ കുടികൊള്ളുന്നു. വാണിജ്യ താൽപ്പര്യങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചലച്ചിത്ര മാധ്യമത്തിൽ പോലും തന്റെ കലാഹൃദയത്തിനെ അടിയറ വയ്ക്കാതെ ജനപ്രിയ ഗാനങ്ങൾ രചിക്കാൻ കഴിഞ്ഞു എന്നതാണ്
ONV എന്ന പാട്ടെഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ വിജയം. ദേവരാജൻ, സലിൽ ചൗധരി, ബോംബെ രവി, രവീന്ദ്രൻ തുടങ്ങിയ ഒട്ടേറെ സംഗീത സംവിധായകരോടൊപ്പം ചേർന്ന് ONV മലയാള സിനിമാ ഗാനങ്ങൾക്ക് അനുപമമായ കാവ്യഭംഗി നൽകി. ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള 13 സംസ്ഥാന അവാർഡുകളും ഒരു നാഷണൽ അവാർഡും ഈ കാവ്യഭംഗിയുടെ പ്രതിഫലനങ്ങളാണ്. കവിതകൾക്കുപരി നിരവധി പഠനഗ്രന്ഥങ്ങളും ONVയുടെ തൂലികയിലൂടെ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കി. കാവ്യലോകത്ത് യഥേഷ്ടം വിഹരിക്കുമ്പോഴും മികച്ച അധ്യാപകൻ എന്ന രീതിയിൽ ഔദ്യോഗിക ജീവിതം ധന്യമാക്കാനും ONVയ്ക്ക് കഴിഞ്ഞു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള കലാമണ്ഡലം ചെയർമാൻ തുടങ്ങി വിവിധ രംഗങ്ങളിലും ONV ശോഭിച്ചു. എന്തിൻ്റെ കവിയാണു താങ്കൾ? ആ ചോദ്യം കേൾക്കെ മിണ്ടാതെ നിന്നേ പോയി ഞാൻ. ഉത്തരം തോന്നിയിലൊന്നും. പ്രകൃതി സ്നേഹത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, ശുദ്ധപ്രണയത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ എന്തിൻ്റെ കവിയാണു താങ്കൾ എന്നപ്പോൾ എൻ്റെ ചങ്ങാതി ചോദ്യത്തിൻ്റെ പിരികളയയ്ക്കുന്നു. സ്നേഹിപ്പൂ ഞാൻ എന്നയൽക്കാരെ എന്നതു സത്യം. സ്നേഹിപ്പൂ ഞാൻ ഈ മണ്ണിൽ ഓരോ പുൽക്കൊടിയെയും. വെറുക്കും ചിലപ്പോൾ എന്നയൽപക്കത്തെ നീട്ടിക്കുരയ്ക്കും നായെ, നിർത്താതമറും എരുമയെ. എങ്കിലും പുലർച്ചയ്ക്കു കണിപോൽ എൻ മുമ്പിൽ പാൽമൊന്തയുമായെത്തുമപ്പാവം കുട്ടിയെ. അതിനംഗരക്ഷകനെപ്പോൽ നിൽക്കും നായയും കാൺകെ. എങ്ങോ പോം വെറുപ്പെല്ലാം ശേഷിപ്പൂ സ്നേഹം മാത്രം. മലയാള സംസ്കാരത്തിനും മലയാള ഭാഷയ്ക്കും വേണ്ടി നെഞ്ചുറപ്പോടെ നടത്തുന്ന പോരാട്ടങ്ങളുടെ അംഗീകാരം കൂടിയാണ് ONVയ്ക്ക് ലഭിച്ച ബഹുമതികൾ. ഇന്ത്യൻ സാഹിത്യരംഗത്തെ ഈ പരമോന്നത പുരസ്കാരം കവിതയുടെ നവസ്വർഗങ്ങൾ തീർക്കാൻ കൈരളിയുടെ സ്വന്തം കവിക്ക് ഊർജം പകരട്ടെയെന്ന് നമുക്ക് ആശംസിക്കാം.